കുന്നംകുളം ആര്യൻ എവിക്റ്റ് ആയിരിക്കുകയാണ്. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. ഈ ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആര്യൻ ഔട്ടായത്, ആര്യന് നല്ല ഓട്ടമുണ്ടായിരുന്നു എന്നൊക്കെ പറയണവരുണ്ട്. പക്ഷേ ആര്യൻ അവിടെ ഒരുപാട് ഗെയിമിലായാലും കൃത്രിമങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫേക്കായിട്ടാണ് കളിച്ചത്. ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ച് ടിക്കറ്റ് ഫിനാലയിൽ ആ ഗെയിമുകളിൽ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ച് ലാസ്റ്റ് ഷാനവാസിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അനു പറയുന്നുണ്ട്, അനു ആദിലെ നൂറ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ തൊടണ്ട, ഡ്രാമയെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് തൊടണമെന്ന് ചോദിച്ചപ്പോൾ അനുവിനെ ഒരൊറ്റ അടിയടിച്ച് നല്ലതുപോലെ ഒരു സൗണ്ടോട് കൂടി ആര്യൻ അടിച്ചായിരുന്നു. അതുമാത്രമല്ല, വൃത്തികെട്ട വാക്കുകളായിരുന്നാലും നെവിൻ ഒരുപാട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അനുവിനെ പല സ്ഥലങ്ങളിൽ വെച്ച് ബിഗ് ബോസിനകത്ത് തന്നെ അവിടെ എവിടെയും വെച്ചിട്ട് കൈയൊക്കെ പിടിച്ച് അനുവിനെ എറിയുകയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. നൂറ ആ ഗെയിമിനിടയിൽ നൂറെ വാക്കല്ലാത്ത രീതിക്ക് നോക്കണതായിട്ടും നൂറ ആദിലയുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അത് ആദില ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു അന്നൊരു ദിവസം ആദില ഇരുന്നത്. എന്നിട്ട് വൃത്തിയായിട്ട ആക്ഷൻ നൂറയുടെ അടുത്ത് കാണിച്ചെന്ന് പറയണം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഈ പോക്രിത്തരങ്ങളെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. പോക്രിത്തരങ്ങൾ കാണിക്കുകയും പിന്നെ ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇനി ഇവിടെ നിർത്തിയിരുന്നാൽ പറ്റൂല, അതുകൊണ്ടാണ് സംഭവം ഇറക്കി വിട്ടത്. ആര്യന് നല്ല PR ഉണ്ടായിരുന്നു. ഈ ആര്യൻ നല്ല PR-ൻ്റെ ബലത്തിലാണ് ആര്യൻ അവിടെ നിന്ന് ഇത്രയും ദിവസം വരെ നിന്ന് പോയത്. പിന്നെ ഗെയിം കളിക്കുന്നത് കള്ളക്കളിയായിരുന്നു. ഒരുപാട് കള്ളത്തരങ്ങൾ ആര്യൻ അവിടെ കാണിച്ചു. ആര്യൻ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ആര്യന് ഭയങ്കര സ്വീകരണമാണെന്ന് പറയുന്നത് എന്തൊരു കൊട്ടും പാട്ടും. അത് അവർ കുറേ ആളുകളെ ഇടപാട് ചെയ്ത് കുറേ ആളുകളെ സംഘടിപ്പിച്ചും കൊണ്ട് അവിടെ ഇല്ല ഘോഷയാത്ര കണക്ക് ആനക്കൊട്ട് കണക്ക് കൊട്ടി നടന്ന് ഇവനൊക്കെ എന്തോന്ന്. പക്ഷേ ഇത്രത്തോളം അൺഫെയർ ആയിട്ടുള്ള ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ജനങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എന്റെ പരമാവധി എഫേർട്ട് അവിടെ തന്നിട്ടുണ്ട്. എല്ലാ ടാസ്ക് ആയാലും 3 വീക്ക്ലി ടാസ്ക്. അൺഫെയറായ എവിക്ഷൻ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയണത്. അവർക്ക് ഒരേ കാരണങ്ങൾ കാണും. ഈ ബിഗ് ബോസിനകത്തുള്ളവർക്ക് ഈ ചിലപ്പോൾ വോട്ടിൻ്റെ അടിസ്ഥാനം മാത്രമായിരിക്കില്ല, ഇവർ അതിനകത്ത് കിടന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, അടി ഇടി ഇതൊന്നും പാടുള്ളതല്ല. നല്ലതുപോലെ അനുവിൻ്റെ കയ്യിൽ അടിക്കുന്നുണ്ട് അവൻ. പക്ഷെ അനു എന്നിട്ടും ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയുന്നില്ല, തള്ളി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അടിക്കണ വീഡിയോ നല്ലതുപോലെ കണ്ടായിരുന്നു. എന്നിട്ട് അനു അവിടെ തള്ളിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അടിച്ചതായിട്ടൊന്നും പറയുന്നില്ല. അപ്പം എനിക്ക് തോന്നണം ഈ നൂറേരെ വിഷയവും എല്ലാ ബിഗ് ബോസ് മനസ്സിലാക്കി കഴിഞ്ഞ് അതിനകത്ത് അവൻ ചെന്നിരുന്ന എപ്പിസോഡ് കാണിട്ട് ഇവർ ഈ ഇറങ്ങിയവരെന്തോന്ന് ചെയ്യണം, എല്ലാവർക്കും ഇറങ്ങിയവർക്ക് മൊത്തം ഈ അനു ആണല്ലോ കണ്ടന്റ്. അനുവിനെ വെച്ചാണ് ഇവർ കണ്ടന്റ് ഉണ്ടാക്കണം. അനുവിന് PR ആണ്, അനുവിൻ്റെ PRകളാണ് പിന്നെ അനുവിന് വോട്ട് ചെയ്യണത്. സാധാരണക്കാരായ വീട്ടമ്മമാരാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ ആളേക്ക് മൊത്തം PR ആയിരുന്നു. അവരെല്ലാം ഇറങ്ങിപ്പോയി. എന്നിട്ട് ഈ ഇറങ്ങിപ്പോയ ടീമുകൾ അത്രയും വെളിയിലോട്ട് ഇറങ്ങി നിന്നും കൊണ്ട് അതും ഇതുമാണ് പറഞ്ഞത്. അത് നമുക്ക് പിന്നീട് വരാം. അപ്പം അതിൻ്റെ ബാക്കി കാണാം. ഞാൻ ജയിച്ചിട്ടുണ്ട്, അതുവേണ്ടിയാണ് ഔട്ടായത്. ആൾക്കാർക്ക് ഇഷ്ടമല്ലേ എന്നറിയില്ല എനിക്ക്. ഏതൊരു ടാസ്ക് ഇവൻ കളിച്ചാലും ഇവൻ കള്ളത്തരം കാണിച്ചാണ് ഇവൻ 2-3 ടാസ്ക് അവിടെ കാണിച്ചത്. ടിക്കറ്റ് ഫിനാലയിൽ കയറാനായിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ലേന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിരിപ്പ് അത്രയ്ക്കാണ്. നീ അതിനകത്ത് അക്ബറിൻ്റെ കൂടെ ചേർന്ന് നിന്നും കൊണ്ട് നീ പറഞ്ഞ പോക്രിത്തരങ്ങൾ. പക്ഷെ അക്ബറിൻ്റെ കൂടെ ചേരാതിരുന്നിരുന്ന് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഇവൻ നല്ലതുപോലെ ജയിച്ചന്. ആ വെള്ളം കൊണ്ട് കൊടുക്കണത് യവനാണ്, കപ്പിൽ വെള്ളം കൊണ്ട്. അനു അവിടെ കിടന്ന് ഉറങ്ങിയതുപോലെയല്ല സംസാരിച്ചുകൊണ്ട് കിടക്കണ അനുവിൻ്റെ മണ്ടയിൽ വെള്ളം കൊണ്ട് ഒഴിക്കാനായിട്ട് കപ്പിൽ വെള്ളം കൊണ്ട് കൊടുത്തത് യവൻ. ഇത് ജനങ്ങൾ കാണയില്ലേ, അതൊക്കെ കാരണം അത് തന്നെ. എന്നിട്ട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങി നിന്നും കൊണ്ട് ഇവൻ എന്തോന്ന് ചെയ്യണ്, ഏഷ്യാനെറ്റിൻ്റെ അതിൽ അവിടെ ഇൻ്റർവ്യൂ എടുക്കുമല്ലോ, അകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അവൻ പറയണ് അനുവിന് യവനെ ഇഷ്ടമായിരുന്നു. അച്ഛ് എടാ മണ്ട പീക്കറി ചെറുക്ക, എടാ അനുവിൻ്റെ കുഞ്ഞ്
അനിയനാവാനുള്ള പ്രായേ ഉള്ളടാ നിനക്ക്. അനുവിന് എത്രയോ നല്ല നല്ല ആമ്പിള്ളേർ കിടക്കണം, നീയേ ഉള്ള, നീ ഇല്ല ഞണ്ട് ചാടും കിടക്കുന്ന രണ്ടെണ്ണ നീ എന്തെങ്കിലും പറയില്ല കേട്ടോ. അനുവിന് നല്ല സപ്പോർട്ടാണെന്ന് യവന്മാർക്ക് എല്ലാവർക്കും അറിയാം. യവൻ പറയുന്ന നാണയില്ലേ അവന്. അത് പോട്ട് അനീഷ് അവിടെ ഇങ്ങനെ അനുവിൻ്റെ കാര്യം ഒരു ഇഷ്ടമുള്ളതായിട്ട് അനീഷിൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് അനീഷ് പറഞ്ഞപ്പോൾ ഇവൻ്റെ മുഖം പോയാണോയിരുന്നു, ഒരുമാതിരിയായിരുന്നു. പക്ഷെ അനുവിനെ വളച്ചെടുക്കാൻ ഇവന് കഴിയാത്തത് കൊണ്ടാണ് അനുവിനെ വളച്ചെടുക്കാൻ നോക്കി. ഈ കുന്നംകുള ആര്യൻ അനുവിനെ വളച്ചെടുക്കാൻ നോക്കിയിട്ട് അനു വളഞ്ഞില്ല. ഈ ലാലേട്ടൻ തന്നെ ഈ അനുവിൻ്റെയും കാര്യം അവിടെ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ അറിയാം അനീഷിന് സഹോദരി എന്നുള്ള സ്നേഹമായിരിക്കാം, അനുവിന് ചിലപ്പോൾ സഹോദരൻ എന്നുള്ള അങ്ങനെ പോലും ഇവന് കിട്ടാതെ ഇവൻ പോക്കൃത്തരങ്ങൾ അതിനകത്ത് കിടന്ന് കാണിച്ചല്ല. മോഹൻലാൽ ചോദിച്ചപ്പോൾ ഇവൻ്റെ മോന്ത പോയ പോക്ക് കണ്ടു വരുന്ന അനീഷിൻ്റെ അടുത്ത്. അനീഷിന് അവളടുത്ത് ക്രഷ് ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ അയ്യേ എടാ കുന്നംകുള ആര്യ, നിന്നെ പറയാൻ തന്നെ നാണക്കേടാണ്. പിന്നെ നീ ഭയങ്കര വരുന്ന അതിനകത്ത് കാണിച്ചു കൂട്ടിയത്. എന്നിട്ട് ഇവ ആ ഏഷ്യാനെറ്റ് ഇൻ്റർവ്യൂ കൊടുക്കണം. ജിസൈലിൻ്റെ കാര്യം ഉള്ളതാണ്, ജനങ്ങൾ മൊത്തവും കണ്ട കാര്യമാണ്. ജിസൈൽ നീ ആ പുതപ്പിനടിയിലുള്ള രംഗം കണ്ട കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ജിസൈലിനെ ഇറക്കി വിട്ടത്. ജിസൈൽ ഒരു വല്ലാത്ത രീതിക്ക് അങ്ങ് പോയി. നിങ്ങൾ രണ്ടുപേരും ആ രീതിക്ക് അതിര് കടന്നു പോയെന്ന് ബിഗ് ബോസിന് മനസ്സിലായത് കൊണ്ടാണ് ജിസൈലിനെ ഇറക്കി വിട്ടത്. ഇറക്കി വിടാതിരുന്നെങ്കിൽ ഉണ്ടല്ല ജനങ്ങൾ പ്രതികരിക്കുക. അതുകൊണ്ട് ബിഗ് ബോസിന് നാറ്റക്കേസായപ്പോൾ ജിസൈലിനെ പറഞ്ഞു വിട്ട്. അതുപോലെ തന്നെ യവന് അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, നൂറെ വാക്കല്ലാതെ ഗെയിമിനിടയിൽ നോക്കി എന്നിട്ട് ചുണ്ടുകൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ച്, ഇതൊന്നും ആദിലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആദില അറിഞ്ഞപ്പോൾ അത് അപ്പടി പ്രതികരിച്ചില്ല. ഇത് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങളുണ്ട്. പിന്നെ അനുമോള അടിക്കുന്നുണ്ട്. അതിന് പറയണ അനുമോക്ക് അങ്ങോട്ട് അവൻ്റെ അടുത്ത് ഇഷ്ടമായിരുന്നു കിട്ടാത്ത. നാണയില്ലേടാ നിനക്ക് പറയാൻ, നിനക്ക് നാണയില്ലേ? ജനങ്ങൾ ചോദിക്കണ നാണയില്ലേ നിനക്ക്? വെറും മോശം കേട്ടാ. ഒരു കൊച്ച് 10-23 വയസ്സായ ഒരു പീക്രിയാണ് നീ. ഞാൻ പറയണത് അതിന് അനുമോള ഇറങ്ങിയിട്ട് അതിനെന്താന്ന് വെച്ചാൽ അനുമോളെ വീട്ടുകാർ ചെയ്യണം. ഇങ്ങനെ ഇൻ്റർവ്യൂ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. അതുപോലെ ഒരുപാട് പേര് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ കണ്ടസ്റ്റൻസ് ഓരോരുത്തരും നമ്മുടെ അഖിൽമാരാർ വീഡിയോ ചെയ്തായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങണവർക്കാണ് കുഴപ്പം ഉള്ളത്, പറയാല് സത്യമാണ്. ഇതിലിപ്പം ഈ സീസണിൽ ഇറങ്ങിയ ബിന്നിക്ക്, ഫസ്റ്റ് ഇറങ്ങിയ ശൈത്യയ്ക്ക് ഭയങ്കര കുഴപ്പമായിരുന്നു. ശൈത്യ എന്തെല്ലാം ചാനലിൽ കൂടെ, യൂട്യൂബ് ചാനലിൽ കൂടെ അനുമോളെ വിളിച്ച് പറയണേന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. ബാക്കിയുള്ളവരെ അനുമോളെ PR ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാൻ നടക്കണം. എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്കൊക്കെ കണ്ടൻറ്റ് അനുമോളാണ്. അനുമോളെ വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നത്. സത്യം പറയാലോ, നിങ്ങൾ ബിഗ് ബോസിനകത്തും വെളിയിൽ, നിങ്ങൾ ബിഗ് ബോസിനകത്ത് കിടന്ന് അനുമോളെ അത്രയും ഉപദ്രവിച്ചതിന് ശേഷം നിങ്ങൾ വെളിയിൽ വന്നിട്ട് എന്തിനാണ് ആ കുട്ടിയെ ഓരോന്ന് പറയണത്? പിന്നെ അത് കഴിഞ്ഞിട്ട് ബിന്നി ഇറങ്ങി. ബിന്നി അവൾ മോശക്കാരിയല്ല. അവൾ എന്തൊക്കെയാണ് പറയണത്? ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ അസൂയ മൂത്തും കൊണ്ട് വെളിയിൽ ഇറങ്ങിക്കൊണ്ട് ആ കുട്ടിയെ അനുമോള അങ്ങ് എന്തൊക്കെയാണ് പറയണതെന്ന് അറിയാമോ? ആ കണക്കിനാണ്. എന്തായാലും അനുമോളെ സ്നേഹിക്കണവർ അനുമോൾക്ക് തന്നെ വോട്ട് ചെയ്യും. അനുമോൾ അത്തരക്കാരിയല്ല എന്നുള്ളത് നമുക്കറിയാം. നീയൊക്കെ അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. ശാരികയൊക്കെ ഒരുമാതിരിയാക്കി പറയുന്നുണ്ട്. എല്ലാം അതിൽ നിന്ന് ഇറങ്ങി ഓരോന്നും ഇതുപോലെ അനുമോള ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുന്നംകുള ആര്യൻ അവനിതാ ഇപ്പം അതുപോലെ അനുമോളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഭിഷേക് നല്ലത് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി അങ്ങനെ തന്നെ, ലക്ഷ്മിക്ക് അസൂയുണ്ട് അനുമോളടുത്ത്. അതുപോലെ ശാരിക പറഞ്ഞിട്ടുണ്ട്, ശാരികയ്ക്കുണ്ട്. അതുപോലെ ബിന്നി ഭയങ്കര ഇതാണ്, കുത്തിത്തിരിപ്പ് ബിന്നി. PR ഉണ്ടെന്നും പറഞ്ഞ് അനുമോള് പറയാത്ത കാര്യം 16 ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞുണ്ടാക്കിയ അവളാണ് ബിന്നി എന്ന് പറയുന്നത്. പിന്നെ കട്ടപ്പ ശൈത്യയ്ക്ക് ഭയങ്കര കുഴപ്പമായിരുന്നു. അവിടെ വെച്ചേ കുഴപ്പമായിരുന്നു. ഇത്രയും പേർക്ക് ഭയങ്കര അസൂയാണ്. അനുമോൾക്ക് വെളിയിൽ സപ്പോർട്ടുണ്ട്. വീട്ടമ്മമാരാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ അനുമോൾക്ക് PR അല്ല കേട്ടോ സപ്പോർട്ട് ചെയ്യണത്.
അതുകൊണ്ട് അനുമോളെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അനുമോൾ ഒരുപാട് അനുഭവിച്ച് അതിനകത്ത് കിടന്ന് അനുമോൾ ചെന്നതിൻ്റെ അന്ന് മുതൽ ഇതെല്ലാം കൂടെ അനുമോളെ മണ്ടയിലാണ് കയറുന്നത്. അനുമോളായിരുന്നു അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ഒരു കുട്ടി അനുമോളായിരുന്നു. അത് അവർ മുതലെടുത്ത് എല്ലാവരും അക്ബർ പാവാട വള്ളി പിടിച്ചും കൊണ്ട് അക്ബർ ബാക്കിയുള്ളവരെ ചേർത്ത് നിർത്തിയിട്ട് അനുമോളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഓരോരുത്തരും ഇല്ലാത്തതും കൊല്ലാത്തതും മൊത്തവും പറഞ്ഞ്. അതുകൊണ്ട് അനുമോക്ക് തന്നെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഒരുപാട് വീട്ടമ്മമാരൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യണവരുണ്ട്. അവരാരും PR അല്ല. നീയൊക്കെ എന്ത് പറഞ്ഞാലും ഇതൊന്നും PR-ന്റെ ബലത്തിലല്ല. PR കൊടുക്കണവരുണ്ട്. ഈ ബിഗ് ബോസിനകത്ത് പോയ എല്ലാത്തിനും PR ഉണ്ട്. ഇപ്പം കണ്ട അക്ബറും നെവിനും ഒക്കെ ഒത്തിരി ഒന്ന് ഒതുങ്ങി. ലാലേട്ടൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൽ കുറച്ചൊക്കെ ഒന്ന് വിലക്കിയത് കൊണ്ടാണ്. എന്നിട്ട് കുന്നംകുളത്തിന് അക്ബർ പിടിച്ചു വെച്ചിരുന്നില്ലേ, ഇപ്പം നാണ്ട ഇറങ്ങിപ്പോയി. അപ്പം അതുകൊണ്ട് അവന്മാരെയൊക്കെ അടവാണ്. അവന്മാർ ഒറ്റപ്പെട്ടാണൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളെ തന്നെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് നിങ്ങൾ വോട്ട് ചെയ്യുക. അല്ലാതെ വേറുള്ളവർ പറയണ വാക്ക് കേൾക്കരുത്. ഞാൻ എന്തായാലും അനുമോക്ക് തന്നെയാണ്. എനിക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അതുപോലെ ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അവരൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യുള്ളൂ.